സിനിമയിൽ പ്രണയിക്കുന്നവർ എപ്പോഴും ഒന്നിക്കണമെന്നാണ് നമ്മൾ മലയാളികളുടെ ഒക്കെ ആഗ്രഹം. എന്നാൽ അങ്ങനെ അല്ലാത്ത ചില ചിത്രങ്ങളുണ്ട്. ക്ലൈമാക്സിൽ വിരഹത്തിന്റെ വേദന അറിഞ്ഞ ചിത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്പർ 1, വന്ദനം. 1989 ഇറങ്ങിയ സിനിമ പ്രിയദർശനാണ് സംവിധാനം ചെയ്തത്. സിനിമയിൽ മോഹൻലാൽ, ഗിരിജ, മുകേഷ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രതികാരത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ കോമഡി ഫിലിമാണിത്. ഒരുമിക്കാനാവാതെ പോയ നഷ്ടപ്രണയത്തിലേക്കാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് കൊണ്ടെത്തിച്ചത്. നമ്പർ 2, ക്ലാസ്മേറ്റ്സ്. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ 2006 പുറത്തിറങ്ങിയ ചിത്രമാണ് ക്ലാസ്മേറ്റ്. കോളേജ് പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും കഥ പറയുന്ന ഈ ചിത്രം നഷ്ടപ്രണയത്തിന്റെയും കൂടെ കഥയാണ് പറയുന്നത്. പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്ത്, നരേൻ, കാവ്യ തുടങ്ങി ഒട്ടനവധി താരനിരങ്ങൾ തന്നെ സിനിമയിലുണ്ട്. നമ്പർ 3, അന്നയും റസൂലും. 2013 ഇറങ്ങിയ ചിത്രമാണ് അന്നയും റസൂലും. കൊച്ചിയുടെ പശ്ചാത്തലത്തിലാണ് രാജീവ് രവി ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. മുസ്ലിമായ റസൂലിന്റെയും ക്രിസ്ത്യനായ അന്നയുടെയും പ്രണയകഥ പറയുന്ന ചിത്രമാണ് അന്നയും റസൂലും. ഫഹദ് ഫാസിലും ആൻഡ്രയുമാണ് അന്നയുടെയും റസൂലിന്റെയും കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. മതത്തിന്റെ പേരിൽ ഒന്നിക്കാൻ കഴിയാതെ ഇരുവരും പിരിയുന്നതും തുടർന്ന് അന്നയുടെ മരണവുമാണ് സിനിമയെ ട്രാജഡി ജോണറിലേക്ക് എത്തിക്കുന്നത്. നമ്പർ 4, എന്നു നിന്റെ മൊയ്തീൻ. 2015 ഇറങ്ങിയ ചിത്രം RSM സംവിധാനം ചെയ്തത്. കേരളത്തിലെ മുക്കം എന്ന സ്ഥലത്ത് 1960ലും 70ലും നടക്കുന്ന ഈ ചിത്രം ഒരു പ്രശസ്ത മുസ്ലിം കുടുംബത്തിൽപ്പെട്ട മൊയ്തീന്റെയും ഹിന്ദു ജന്മിയുടെ മകളായ കാഞ്ചനമാലയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയാണ് പറയുന്നത്. പൃഥ്വിരാജും പാർവതിയുമാണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. നമ്പർ 5, മായാനദി. 2017 ചിത്രം റിലീസായത്. സോൾട്ട് ആൻഡ് പെപ്പറിന് ശേഷം ആഷിഖ് അബുവിന്റെ ജനശ്രദ്ധ നേടിയ ചിത്രമാണ് മായാനദി. മാത്തന്റെയും അപ്പുവിന്റെയും കഥ പറയുന്ന ചിത്രം കൊച്ചിയിലും തമിഴ്നാട്ടിലുമായിട്ടാണ് ചിത്രീകരിച്ചത്. ഒരേ സമയം പ്രണയവും വിരഹവും കൂടിച്ചേർന്ന ചിത്രമായിരുന്നു മായാനദി. ഐശ്വര്യലക്ഷ്മിയും ടൊവിനോയുമാണ് നായികന്മാരായി എത്തിയത്. ഈ ചിത്രം നായകന്റെ മരണത്തോടെ ഒരു പ്രണയ നൈരാശ്യത്തിലാണ് അവസാനിക്കുന്നത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾ കാണുവാനായി മോളിവുഡ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.